സിനഡാലിറ്റിയെ കുറിച്ച് ഉള്ള ചർച്ചകളിൽ പലപ്പോഴും വളരെ വികലതയോടെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് വോക്സ് പോപ്പുലി വോക്സ് ദൈ. ജനസ്വരം ദൈവസ്വരമാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ജനസ്വരത്തിന് പിറകിലുള്ള ദൈവസ്വരാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ജനസ്വരം അതേപടി അനുസരിക്കുക എന്നതല്ല ഒരു അധികാരിയുടെ ചുമതല. അപ്പൊ ഈ വോക്സ് പോപ്പുലി വോക്സ് ദൈ എന്ന ഈ വാക്ക് പോളാറാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഇതാണ്. അതായത് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് കത്തോലിക്ക സഭ പറയുന്നത് യേശു ക്രിസ്തുവിൽ ദൈവത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വെളിപാട് പൂർണ്ണമാണ്. ഇനി മറ്റൊരു വെളിപാട് വരാൻ ഇല്ല. അത് സഭ പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ. പക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ച് സഭയിൽ ആർക്കെങ്കിലും പൂർണ്ണമായിട്ട് അറിയുമോ? അതോ ഇനിയും യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ ബാക്കിയുണ്ടോ? ഈ ചോദ്യത്തിന് പൗലോസ്ലീഹ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇപ്പോൾ നാം ദൈവത്തെ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, അപ്പോൾ നാം അവനെ മുഖാമുഖം കാണും. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ദൈവത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ അറിവുണ്ടെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ പൂർണ്ണല്ല. അത് ഇനിയും ചരിത്രത്തിലൂടെ നമുക്ക് ഇനിയും അത് മനസ്സിലായി വരാനുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ, വിവിധ സഭകൾ തമ്മിൽ തന്നെ വൈജാത്യവും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും പൂർണ്ണമായ ഒരു അറിവുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത്തരം ഒരു റിജിഡ് ആയിട്ടുള്ള വളരെ ശക്തമായ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഇനിയൊന്നും അറിയാനില്ല, എല്ലാം ഞങ്ങൾക്ക് അറിയാം എന്ന കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലോകത്തിലെ പല മതങ്ങൾ, പല രാഷ്ട്രീയ കക്ഷികൾ ലോകത്തില് മറ്റുള്ളവര് പറയാനുള്ള അഭിപ്രായങ്ങളിൽ സത്യമുണ്ടോ എന്ന് കേൾക്കാനുള്ള ഒരു ചുമതല ആർക്കുണ്ട്? ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ കൂടുന്ന പിതാക്കന്മാർക്കുണ്ട്, ഓരോ പ്രാദേശിക സിനഡുകൾക്കുണ്ട്, ബിഷപ്പ്മാർക്കുണ്ട്, പ്രാദേശിക വിശ്വാസികൾക്കുണ്ട്. ഞങ്ങൾക്കെല്ലാം അറിയാം ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് പൊട്ടന്മാരാണ് എന്നുള്ള ആ രീതിയെ മാറ്റിക്കൊണ്ട് സഭയ്ക്ക് പുറത്തുള്ള ആളുകള് എന്തൊക്കെയാണോ സഭയെ കുറിച്ച് പറയുന്നത് അതിന്റെ പിറകിലുള്ള ദൈവസ്വരം തിരിച്ചറിയണം എന്ന് പറയാനാണ് വോക്സ് പോപ്പുലി വോക്സ് ദൈ എന്ന പ്രയോഗം പോളാറാമൻ മാർപ്പാപ്പ പ്രയോഗിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇത് ഒരു സഭാപരമായ ഒരു പ്രയോഗമല്ല, ഇതൊരു രാഷ്ട്രീയപരമായ പ്രയോഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണത്. കാരണം ഇതിനൊരു വലിയ പശ്ചാത്തലമുണ്ട്. ഒരു ജനക്കൂട്ടം ഒന്നടങ്കം വന്ന് അവിടുത്തെ ഭരണാധികാരിയോട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ദൈവസ്വരമാണോ ചെകുത്താന്റെ സ്വരമാണോ? അതുകൊണ്ടാണ് വോക്സ് പോപ്പുലി വോക്സ് ദൈ മാത്രമല്ല, വോക്സ് പോപ്പുലി ചിലപ്പോൾ വോക്സ് ഡയബോളി, ഈ അതായത് ജനസ്വരം ചിലപ്പോൾ ഈവിളിന്റെ സ്വരമായിട്ട്, തിന്മയുടെ സ്വരമായിട്ട് മാറാറുണ്ട്. അതിന് ഉദാഹരണങ്ങളുണ്ടോ? നൂറുകണക്കിന് ഉദാഹരണങ്ങള് ചരിത്രത്തിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഒക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, പഴയ നിയമം ആരംഭിക്കുന്നത് ശരിക്കും അബ്രാഹത്തിന്റെ ചരിത്രത്തിലൂടെ ആരംഭിക്കുന്ന പഴയ നിയമം പരിശോധിച്ചാല് അബ്രാഹവും ദൈവദൂതന്മാരും കൂടി ലോത്തിന്റെ പ്രദേശമായ സോദോം ഗൊമോറയിലെത്തി. ആ സോദോം ഗൊമോറയിലെ 99.999% ആൾക്കാരും ലോത്തിനോട് ആവശ്യപ്പെട്ടത് സ്വർഗരതിക്കായി ഇവിടുത്തെ പുരുഷന്മാരെ വിട്ടുതരണമെന്നാണ്. അപ്പൊ ലോത്ത് കേൾക്കേണ്ടത് ഈ ജനങ്ങൾ മുഴുവൻ പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇതാണ് ദൈവസ്വരം എന്നാണോ ലോത്ത് പറയേണ്ടിയിരുന്നത്? ഇവിടെയാണ് ലോത്ത് ആ പ്രദേശം വിട്ടു തന്നെ പോകുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മോശ പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പോയി. മലമുകളിലേക്ക് പോയിട്ട് 40 ദിവസം കഴിഞ്ഞു. മോശയെ കാണാതെ ഇപ്പോ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് വേറെ ദൈവത്തെ ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു കാളക്കുട്ടീനെ ഉണ്ടാക്കാൻ. അപ്പൊ ആ കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനങ്ങൾ പറയുന്ന
ഒരു ദൈവത്തെ സൃഷ്ടിച്ച് അവരതിനെ ആരാധിക്കാൻ തുടങ്ങിയത് ദൈവസ്വരമാണോ തിന്മയുടെ സ്വരമാണോ? അപ്പൊ അത് തിന്മയുടെ സ്വരമാണെന്ന് കാണാനുണ്ട്. ഇനി ഹീബ്രു ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഗ്രീക്ക് ചരിത്രത്തിലേക്ക് പോയാലേ, കാരണം ആ ഗ്രീക്ക് ഭാഷയിലാണല്ലോ ബൈബിൾ എഴുതപ്പെട്ടത്, പുതിയ നിയമം നമുക്ക് ലഭ്യമായത്. എഴുതപ്പെട്ടത് ചിലപ്പോ ഹീബ്രു ഭാഷയിലായിരിക്കാം, അരമായ ഭാഷയിലായിരിക്കാം. നമുക്ക് ലഭ്യമായത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിന്തകനായ സോക്രട്ടീസിനെ വധിക്കാനായിട്ട് ഉപയോഗിച്ച മാർഗം എന്താണ്? വോക്സ് പോപ്പുലി വോക്സ് ദൈ എന്നതാണ്. അപ്പോളജി എന്ന പുസ്തകത്തിൽ പറയുന്നത് 100 പേരുടെ റെപ്രസെന്റേറ്റീവ് ഉള്ള ആ പാർലമെന്റില് 90 പേരും എന്ത് പറഞ്ഞു? സോക്രട്ടീസിനെ വധശിക്ഷയാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിധിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്താണ്? കയ്യാഫാസ് പറയുകയാണ്, ഈ ജനക്കൂട്ടം നശിച്ചു പോകാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരുവൻ മരിക്കുന്നതാണ്. ജനക്കൂട്ടം. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്, ജനങ്ങൾ ഒന്നടങ്കം ആക്രോശിച്ചു അവനെ ക്രൂശിക്കുക. അപ്പൊ പീലാത്തോസിനെ അറിയാം ഇത് സത്യമാണെന്ന്. ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. എന്നിട്ട് പീലാത്തോസ് എന്ത് ചെയ്തു? ജനസ്വരം ദൈവസ്വരാണെന്ന് പറഞ്ഞ് ബറാബാസിനെ വിട്ട് യേശു ക്രിസ്തുവിനെ കൊല്ലാൻ വിട്ടുകൊടുത്തു. അപ്പൊ ജനസ്വരം ദൈവസ്വരമാണ്. ഇത് രാഷ്ട്രീയത്തിൽ എവിടെയാണ് വരുന്നത്? ചാർലി മെയിൻ ചക്രവർത്തി ആയിരുന്ന സമയത്ത് നമ്മളിവിടെ ചവിട്ടുനാടകം കേട്ടിട്ടുണ്ട്, കാറൽമാൻ എംബ്രദോർ. എംപറർ ചാർലി മെയിനെയാണ് നമ്മൾ ചവിട്ടുനാടകത്തിൽ കാറൽമാൻ ചരിതം എന്ന് പറഞ്ഞു പഠിക്കുന്നത്. ഈ കാറൽമാൻ ജനങ്ങളോട് വളരെ ഇണങ്ങിച്ചേർന്ന ഒരു രാജാവായിരുന്നു. അപ്പൊ ഈ രാജാവ് തന്റെ മന്ത്രിസഭയിലുള്ള ആളുകളോട് പറഞ്ഞു, ജനസ്വരം ദൈവസ്വരമാണോ എന്ന് പരിശോധിക്കണം. അപ്പൊ അക്വീൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ ചാർലി മെയിനോട് പറഞ്ഞു, അതൊരു പക്ഷേ കലാപകാരികളുടെ സ്വരമായിരിക്കാം, ആ ദൈവസ്വരമാകണമെന്ന് എന്തില്ല, നിർബന്ധമില്ല. അത് കലാപകാരികളുടെ സ്വരമാണോ ദൈവത്തിന്റെ സ്വരമാണോ എന്ന് വിവേചിച്ചറിഞ്ഞിട്ട് വേണം തിരിച്ചറിയാൻ. ഈ ജനസ്വരം ദൈവസ്വരമാണ് എന്നാണ് പിന്നീട് വിക്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രിട്ടീഷ് ചരിത്രത്തിലെ വിക്സും ടോറീസും. അപ്പൊ വിക്സ് ആവശ്യപ്പെട്ടിരുന്നത് രാജാവ് ഭരിക്കേണ്ടത് ജനങ്ങളുടെ സ്വരത്തിനനുസരിച്ചിട്ടാണ്. അപ്പൊ ജനങ്ങളുടെ സ്വരം എന്താണെന്ന് എങ്ങനെ തിരിച്ചറിയുക? അതിനാണ് അവര് മാഗ്ന കാർട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായി എഴുതിയുണ്ടാക്കുന്നത്. അതിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത്. ജനങ്ങൾ പലതും രാജാവിനോട് പറയും, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സഭാധികാരികൾ പലതും രാജാവിനോട് പറയും. രാജാവ് അനുസരിക്കുമ്പോ ഇതിന്റെ പിറകിലുള്ള ദൈവസ്വരമാണോ എന്ന് വിവേചിച്ചറിയാനുള്ള ചില മാനദണ്ഡങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് രാഷ്ട്രീയ ഘടന. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 540 500 സീറ്റ് കിട്ടി, തമ്പിങ് മെജോറിറ്റി. മാത്രമല്ല അവർക്ക് രാജ്യസഭയിലും ഒരു 90% സീറ്റ് കിട്ടി. അപ്പൊ അവര് പറയാണെന്ന് കരുതുക, ക്രിസ്ത്യാനികളൊക്കെ ഇന്ത്യ വിട്ടു പൊക്കൊള്ളണം, അവരൊക്കെ 2ാം തരം പൗരന്മാരാണ്. അപ്പോൾ നിങ്ങൾ പറയൂ, ഇത് ജനസ്വരം ദൈവസ്വരമാണ്, അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കാം. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത് കേരളയിലെ നിങ്ങൾ സ്ഥലം വിട്ടു തരണം, ആ ഞങ്ങള് 10-30 കൊല്ലം കഴിയുമ്പോ അതിന്റെ നഷ്ടപരിഹാരം തന്നേക്കാം. ഇപ്പൊ മൂലംപള്ളിയിലെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ലേ? അവരവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് 99 സീറ്റോട് കൂടിയിട്ടുള്ള മഹത്തായ ഭൂരിപക്ഷമുണ്ട്. ഞങ്ങൾ പറയുന്നത് ജനസ്വരാണ്, അത് ശരിയാണെന്ന് നിങ്ങൾ പറയൂ. അപ്പൊ ഇന്ത്യ രാജ്യത്തിലെ 99.9% ജനങ്ങളും പറയാണ് ക്രിസ്ത്യാനികൾ ഇന്ത്യ വിട്ടു പോകണം എന്ന് പറയുമ്പോ അപ്പുറത്ത് ഇത് ദൈവസ്വരാണോ എന്ന് തിരിച്ചറിയാൻ ഭരണഘടന വെച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ പറയുന്നുണ്ട്, ഓരോരുത്തരും അവനവന്റെ മതം അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കാനും ആചരിക്കാനും അവകാശമുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനസ്വരത്തിന്റെ പിറകില് ദൈവസ്വരമുണ്ടോ എന്ന് ഭരണാധികാരികൾ പരിശോധിച്ചറിയുകയും അതേസമയം തന്നെ ഭരണഘടനയിലും അതുപോലെയുള്ള നമ്മുടെ ആചാരങ്ങളിലുള്ള ശരിതെറ്റുകൾ പരിശോധിക്കണം. ഞാൻ ഒരിക്കൽ കണ്ടു, ചില അച്ഛന്മാരെ കൂടിയിട്ട് ബിഷപ്പിന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കണം, കാരണം ഞങ്ങളുടേത് ജനസ്വരമാണ്, അതുകൊണ്ട് ബിഷപ്പ് അത് കേൾക്കാൻ നിർബന്ധിതനാണ്. അങ്ങനെയാണല്ലോ മാർപ്പാപ്പ പറയണേ.
എന്നൊക്കെ പറയേണ്ടത് ഒരിക്കൽ ഞാൻ കേൾക്കുന്നുണ്ടായി. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അവര് ഈ വൈദികർക്ക് എത്രമാത്രം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട് എന്ന് എനിക്ക് സംശയമാണ്. കാരണം അവര് പറയുന്നത് കേൾക്കുക. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണ് ഭരണാധികാരി ഇത് ദൈവസ്വരമാണോ ഡെവിളിന്റെ സ്വരമാണോ എന്ന് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ജനസ്വരം ചിലപ്പോൾ ഡയബോളിക് ആകാം, ചിലപ്പോൾ ദൈവസ്വരമാകാം. അത് വിവേചിച്ചറിയണം. അതാണ് പരിശുദ്ധാത്മാവിൽ ഹിയറിംഗ്. ആ ഹിയറിംഗ് ഇത് സെനഡാലിറ്റിയുടെ അവിഭാജ്യ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രാഷ്ട്രീയത്തില് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഒരുവൻ തെണ്ടിയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ഒരു കള്ളനാണെന്ന് പറഞ്ഞാൽ, അവന്റെ ചിന്തകൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അവനെ ഒഴിവാക്കാനായിട്ട് അവകാശമില്ല. അതായത് എത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഓരോ വ്യക്തിയുടെയും മൗലികാവകാശം, ജീവിക്കാനുള്ള അവകാശം, സംസാരിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം, ഇതൊക്കെ നൽകിയത് ദൈവമാണ്. അതുകൊണ്ട് ജനസ്വരം ദൈവസ്വരമാണെന്ന് പറഞ്ഞുകൊണ്ട് തിണ്ണമെടുക്ക് കാണിക്കാനായിട്ട് പല രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളും ശ്രമിക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഒരു 10-30 വിദ്യാർത്ഥികൾ കയറി വരും. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളാണ്, ഞങ്ങളുടെ സ്വരം വിദ്യാർത്ഥികളുടെ സ്വരമാണ്. എന്നിട്ട് എന്താണ് ഫിലിം ഫെസ്റ്റിവല്, ഫുഡ് ഫെസ്റ്റിവല്, ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം, യുവജനോത്സവം, ഇതൊക്കെ നടത്താനായിട്ട് കോളേജിൽ സാധ്യതകളുണ്ട്. ഫിലിം ഫെസ്റ്റിവൽ എങ്ങനെ നടത്തണം? 2-3 ദിവസമായിട്ട് നടത്തുമ്പോൾ ഉച്ച നേരത്ത് മറ്റു ക്ലാസ്സുകൾക്ക് ദോഷകരമില്ലാത്ത വിധത്തിലാണ് നടത്തേണ്ടത്. എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷം നടത്തേണ്ടത്? 5 ദിവസമാണോ ക്രിസ്മസിന് ആഘോഷിക്കേണ്ടത്? ഓണാഘോഷം എത്ര ദിവസമാണ്? അത് ചിലപ്പോൾ ഞാൻ വിദ്യാർത്ഥികൾ വന്നിട്ട് ഫുഡ് ഫെസ്റ്റിവല് ഒരാഴ്ച, ഫിലിം ഫെസ്റ്റിവല് ഒരാഴ്ച, 5 ദിവസം ക്ലാസ്സില്ലേ? അപ്പൊ പ്രിൻസിപ്പല് പറയും, നിങ്ങൾ പറയുന്ന പോലെ നടത്താൻ പറ്റില്ല. ഇത് പറഞ്ഞ കുട്ടികളോട് മുദ്രാവാക്യേ എന്ത്, കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും, ഓത്ത് കളിച്ചോ പ്രിൻസിപ്പാളെ തന്നെ പിന്നെ കണ്ടോളാം. അപ്പൊ പേടിയുള്ള പ്രിൻസിപ്പലന്മാരാണെങ്കിൽ ആ പുസ്തകമൊക്കെ മാറ്റി വയ്ക്കും, യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടൊക്കെ മാറ്റി വയ്ക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ ചെയ്തേ, ഇവിടെ ക്ലാസ് നടക്കേ, അതൊന്നും വേണ്ട, നിങ്ങളുടെ ജനസ്വരം അങ്ങോട്ട് നടപ്പിലാവട്ടെ. അങ്ങനെയല്ലേ പല കോളേജുകളിലും പല ഉത്സവങ്ങളും ആഘോഷങ്ങളും ചന്ത പോലെയല്ലേ. ക്രിസ്തുമസ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കേക്കൊക്കെ എടുത്ത് മുഖത്ത് തേച്ചിട്ടൊക്കെയാണ് ആഘോഷിക്കുക. മനുഷ്യൻ പട്ടിണി എടുക്കുമ്പോൾ കേക്ക് എടുത്ത് 2000 രൂപയുടെ കേക്ക് മുഖത്ത് തേക്കുക. ഇതൊക്കെയാണ് ആഘോഷത്തിന്റെ ഭാഗം. അപ്പൊ ജനസ്വരം ദൈവസ്വരല്ലേ, ഇതൊക്കെ അനുവദിക്കണ്ടേ? അതിനെ റയറ്റ്, അതാണ് ക്വീൻ ചാർലി മെയിനോട് പറഞ്ഞത്. റയറ്റാണോ, കലാപമാണോ, ദൈവസ്വരമാണോ എന്ന് തിരിച്ചറിയണം.